നമ്മൾ ബീഫ് നമ്മൾ കുക്കറിനകത്തിട്ട് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പച്ചമുളക്, മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം പുതിനയില ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് തൈരോട് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങ നീരോട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന സവാളയുണ്ടല്ലോ, അതേ കൂടെ ഒരു അല്പം ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി പഴം അതും ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് കുക്കറിനകത്തൊന്ന് വേവിച്ചെടുക്കാം. പല ബീഫും പല വേവുള്ളതാണ്. വേവുള്ള ബീഫുണ്ട്, വേവില്ലാത്ത ബീഫുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. ഒരല്പം ഒരു സവാള നമുക്ക് അരിഞ്ഞതിന് മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിനകത്ത് അടിച്ചെടുക്കാം. ഞാൻ 2 സവാള അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി വെച്ചേക്കാണ്. ഇത് നമുക്ക് ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടിയാണ്. മുന്തിരിങ്ങ വറുത്ത് ഞാൻ വെച്ചേക്കുന്നു. മല്ലിയില, പുതിന ഇല, നല്ലതായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടടുപ്പിലോട്ട് വെച്ച് ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് ചൂടടുപ്പ് വെച്ചെടുക്കാം. ഇതുപോലെ തീക്കനലേ കൊടുത്താൽ മതി. അവിടെ കിടന്ന് ഉള്ള വെള്ളം കൊണ്ട് പറ്റുമ്പോൾ അടച്ച് കൊടുക്കാം. ഇതിൻ്റെ മണ്ടയ്ക്ക് തീയൊക്കെ വേണേൽ കോരിയിടാം, പക്ഷേ വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് ചൂടടുപ്പ് ഇടാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി, കണ്ണൂർ ബിരിയാണി റെഡിയായിട്ട്, ബീഫ് ബിരിയാണി റെഡിയായിട്ടുണ്ട്.